വയനാട്ടിലെ കടുവാഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇന്നും വ്യാപകമായ പരിശോധന ഉണ്ടാകുമെന്ന് പറയുന്നു. വനമന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം RRT സംഘത്തിന് നേതൃത്വത്തിലാണ് വ്യാപകമായ തെരച്ചിൽ നടക്കുക. വയനാട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റിയാണ് ഇവിടെയുള്ള നരഭോജി കടുവ ഇന്നലെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും വയനാട്ടിലെ വിവിധ മേഖലകളിൽ കടുവയുടെ സാന്നിധ്യമുള്ളത് അത് ജനവാസ മേഖലയിൽ ഉൾപ്പെടെ പലരും കടുവയെ കാണാനിടയായ സാഹചര്യം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഒരു ജനകീയ തെരച്ചിലിന് വനമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ 6 മേഖലകളാക്കി തിരിച്ചാണ് SKN ഈ തെരച്ചിൽ നടക്കുക. ഇതിന് പ്രത്യേക സംഘം RRT സംഘം ഉൾപ്പെടെ നേതൃത്വം നൽകുകയും ചെയ്യും. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ഉൾപ്പെടെ തേടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ വനമേഖലയോട് ചേർന്ന് വനാതിർത്തികളിൽ അടിക്കാടുകളിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ കടുവയുൾപ്പെടെ വന്ന് നിലയുറപ്പിക്കാറുള്ളത്. അതിനാൽ ഈ അടിക്കാടുകൾ വെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്കും കടക്കുകയാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ഈ സ്വകാര്യ തോട്ടം മേഖലകളിൽ അടിക്കാടുകൾ വെട്ടാത്ത ഉടമകൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ട്. കൂടാതെ 1000 ക്യാമറകളാണ് വയനാടിൻ്റെ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുക. അതിൽ ഈ വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ച് കടുവയുടെയൊക്കെ നീക്കങ്ങൾ അതൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരം 1000 ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഒപ്പം 300ഓളം കുളങ്ങൾ വനത്തിനകത്ത് കുഴിക്കാനുള്ള ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. അതിന് അവിടെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിൻ്റെ പിന്നിലുള്ളത്. ഒപ്പം ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഫെൻസിംഗ് കൃത്യമായി ഇല്ലാത്തതാണ് എന്നുള്ളൊരു വിമർശനം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നിട്ടുണ്ട്. അതിനാൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടി വേഗത്തിലാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും SKN ഇത്തരത്തിലൊരു പരിശോധന ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഉണ്ടാകും. കടുവ ഭീതി ഉൾപ്പെടെ പല മേഖലകളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം. SKN, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന.